മാസത്തിന് തുടക്കമായി. ഇനിയുള്ള ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിൽ പാരായണങ്ങളാൽ മുഖരിതമാകും. രാമായണ മാസാചരണത്തിന് വെള്ളിക്കോത്ത് അടോട്ട് വനദുർഗാ ക്ഷേത്രത്തിൽ തുടക്കമായി. അമ്പലങ്ങളിലും വീടുകളിലും രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. രാമനാഥ ധ്വനി മുഴങ്ങുന്ന ധന്യമാസമാണ് കർക്കിടകം. ഒപ്പം മലയാളികളുടെ കലണ്ടറിലെ അവസാന മാസവും. രാമനാമം ജപിക്കുന്നതിലൂടെ മനുഷ്യഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയും പഞ്ഞക്കർക്കിടകത്തിലെ പട്ടിണിയുമൊന്നും പഴയ പോലെ ഇപ്പോഴില്ലെങ്കിലും എല്ലാ ദുഃഖങ്ങളും വായിക്കുന്ന അക്ഷര വെളിച്ചമായി രാമായണം മലയാളി ഭവനങ്ങളെ പ്രകാശസാന്ദ്രമാക്കുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരം മനസ്സിൽ നിന്നും നീക്കി വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നതിന് വേണ്ടിയാണ് രാമായണ പാരായണം കർക്കിടകത്തിൽ നിർബന്ധമാക്കുന്നത് എന്നാണ് വിശ്വാസം. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കർക്കിടക മാസത്തെ പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് പഞ്ഞമാസമെന്നാണ്. ഈ സമയം മിക്ക വീടുകളിലും ഗണപതി ഹോമവും ഭഗവതി സേവയുമൊക്കെ നടത്തി വരാറുണ്ട്. ഭക്തിയോടെ രാമായണ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതിലൂടെ തപസ്സിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. രാമായണ പാരായണത്തിലൂടെ ചെയ്തുപോയ പാപങ്ങളെ കഴുകി ശുദ്ധമാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. വെള്ളിക്കോത്ത് അടോട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പി ശശീന്ദ്രൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലികാലത്ത് രാമായണ പാരായണം നടത്തേണ്ടതിന്റെയും രാമതത്വം ഉൾക്കൊള്ളേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. പാരായണവും രാമായണ മാസാചരണവും കർക്കിടക മാസം മുഴുവൻ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണെന്ന് നമ്മുടെ ഒക്കെ പ്രിയങ്കരായ രവീന്ദ്രൻ മാസ്റ്റർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പുറവങ്കര തറവാട്ടിൽപ്പെടുന്ന ശശീന്ദ്രൻ മാഷ് അവർകളാണ് ഇന്ന് നിർവഹിച്ചത്. ഇനി എല്ലാ ദിവസവും രാമായണ പാരായണവും അതിൻ്റേതായ അർത്ഥങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ചടങ്ങുമൊക്കെ നടക്കും. അതുപോലെ എല്ലാ ദിവസവും പായസ വിതരണം നടക്കുന്നുണ്ട്. പായസ വിതരണം എല്ലാവരും ഓരോ ആളുകൾ ഭക്തജനങ്ങൾ സ്പോൺസർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓരോ ദിവസം മാറി മാറിയുള്ള പായസമാണ് വിതരണം ചെയ്യുന്നത്. അതിന് ഇതേവരെ അമ്മ ഏകദേശം 35 വർഷത്തോളം ആയി തുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു മുടക്കം വരാതെ നടന്നിട്ടുണ്ട്. ഇനിയും അമ്മയും ഗുരുവും നാഗരാജാവും ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് നിർവഹിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഉള്ളത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. നാരായണൻ പള്ളിക്കാപ്പിൽ, വി രാമചന്ദ്രൻ, പി നിതേഷ് എന്നിവർ സംസാരിച്ചു. പി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. എല്ലാ ദിവസവും 5 മണി മുതൽ രാമായണ പാരായണവും ഭജനയും ഉണ്ടായിരിക്കും. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.